ഹലോ ഹായ് കൂട്ടുകാരെ, പുതിയൊരു മനോഹരമായ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൃശ്ചിക 1 അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. മൂന്നാറിൽ നിന്നും ദേവികുളം റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. ആ കാണുന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. മൂന്നാറിൽ വരുന്ന സഞ്ചാരികൾ ആരും തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാതെ പോവാറില്ലല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. ഇനി നമ്മൾ പോകുന്നത് സിഗ്നൽ പോയിന്റിലേക്കാണ്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് സിഗ്നൽ പോയിന്റ്. കാണാൻ വളരെ നയനമനോഹരവും ഫോട്ടോ എടുക്കാൻ ഏറ്റവും പറ്റിയ ഒരു സ്ഥലവുമാണിത്. മൂന്നാറിലെ ഒരു അടിപൊളി ഫോട്ടോ പോയിന്റാണിത്. അങ്ങനെയല്ലാതെ എന്തു പറയാൻ. എന്നിൽ അവിടെ കാണുന്നതാണ് ലാഡ്ബ്രൂക്ക് ബംഗ്ലാവ്. ടാറ്റ കമ്പനിയുടേതാണെന്നാണ് തോന്നുന്നത്. ഇനി ഈ വളവ് തിരിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് കുറേ സർക്കാർ ഓഫീസുകളാണ്. അതായത് ഇവിടുത്തെ ദേവികുളം ബ്ലോക്ക് ഓഫീസാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ദേവികുളം ബ്ലോക്ക് ഓഫീസിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ സബ് കളക്ടറുടെ ബംഗ്ലാവാണ് ഉള്ളത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, അത് കുറച്ചുള്ളിലേക്കാണ് ഇരിക്കുന്നത്. ഒരു വശത്ത് മനോഹരങ്ങളായ യൂക്കാലി മരങ്ങളാൽ മനോഹരമായ ഒരു പ്രദേശമാണിത്. വളഞ്ഞു തിരിഞ്ഞ വഴികളാണെങ്കിലും വളരെ മനോഹരമാണ്. ആ കാണുന്നതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ്. ആ പ്രദേശം കാണാൻ വളരെ മനോഹരമാണ്. ഇനിയൊരു വളവ് കൂടി കഴിഞ്ഞാൽ ദേവികുളം എത്തി. ഈ കാണുന്നതാണ് ദേവികുളം ഗവൺമെൻറ് UP സ്കൂൾ. ഇവിടെ പഠിച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ. ഇനി നമ്മൾക്ക് അമ്പലം എത്താൻ അധികം ദൂരമില്ല കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. അങ്ങനെ നമ്മൾ ദേവികുളം ടൗണിലെത്തി. ഇവിടെ നിന്ന് താഴേക്ക് സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ആ കാണുന്നതാണ് അമ്പലം. കണ്ടില്ലേ? ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് സ്ഥാപിച്ചതാണ് ഈ അമ്പലം എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇവിടുത്തെ സ്കൂളും ക്ലബ്ബും എല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പണിതതാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇതെല്ലാം പുതുക്കി പണിതതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ.